ആദ്യം രചിച്ച ആ പുസ്തകം ദർ ഇസ് നോ ഗോഡ്, അത് ആ നോ തട്ടിക്കൊണ്ട് ദർ ഇസ് എ ഗോഡ് എന്നൊരു പുസ്തകം രചിക്കുകയാണ്. ഈ പേന കാണുമ്പോൾ ഒരു ബുദ്ധിയും എന്ത് പറയില്ല, ഇത് തനി ഉണ്ടായതാണെന്ന് പറയില്ല. ബേസിക്കായ ആറ്റം മുതൽ വലിയൊരു പ്രപഞ്ചം മൊത്തം ഒരൊറ്റ മെക്കാനിസത്തിന്റെ പിന്നിലാണ് പ്രവർത്തിക്കുന്നത്. കടലിന്റെ അടിയിലേക്ക് 2000 കിലോമീറ്റർ ആഴത്തിൽ പോയാൽ എന്തൊരു അവസ്ഥ അതാണ് ഉണ്ടാവുക. തീ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രം ഇവിടെ വർക്കാവും, ബാക്കിയുള്ളൊക്കെ സ്റ്റോപ്പായി പോകും. പറക്കുന്ന വിമാനം എത്രത്തോളം പറക്കുന്ന വിമാനം പോകുന്നത് നിലംപതിച്ച് താഴേക്ക് പോകുന്നു. ഇതൊക്കെ പിറകിലൊരു ശക്തിയുണ്ട്. ആ ശക്തിക്കാണ് നമ്മൾ ദൈവം നിറഞ്ഞത്. മുസ്ലിങ്ങൾ അള്ളാഹ് എന്ന് പറയുന്നത്. ഫാന് ഒരേ സമയത്ത് കറങ്ങാണ്ടിരിക്കുകയും ചെയ്യും. ഇല്ല, മനുഷ്യൻ എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അതിന്റെ പിന്നിൽ സന്തോഷം കണ്ടെത്തായിരിക്കും ലക്ഷ്യം. പിന്നെ നമ്മളൊരു മദ്യപാനെ പരിശോധിക്കുകയാണെങ്കിൽ മദ്യം കഴിക്കുന്നത് തന്നെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ആ പ്രവൃത്തി തെറ്റാണെങ്കിൽ പോലും ആ ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം പിന്നെ സന്തോഷം കണ്ടെത്തുകയാണ്. ഒരു ഭക്ഷണം വിതരണ സമയത്ത് ആർക്ക് ആദ്യം കൊടുക്കണം, വെള്ളം വിതരണം ചെയ്യുന്ന സമയത്ത് അവസാനം കുടിക്കണം. ഇസ്ലാം കേവലം സ്വന്തം ശരീരത്തിന്റെ സന്തോഷം മാത്രമല്ല, അവരുടെ സന്തോഷത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. നമ്മൾ താഴെയുള്ള ആൾക്കാരെ നോക്കുമ്പോൾ നമുക്ക് നമ്മളെക്കാട്ടി താഴെ ആൾക്കാരുണ്ട്, നമ്മൾ അവരെക്കാട്ടി മുകളിലാണ്. നമുക്ക് അതിലൊരു അള്ളാഹിയും റസൂലുള്ളാഹിനെ അംഗീകരിച്ച് പ്രവാചകരുടെ പിന്നിൽ അനുയായി ചേരുന്ന ഓരോരുത്തരും ആ സ്പോട്ടിൽ നന്നാവുകയാണ്. അവിടുത്തെ ചരിത്രം രേഖപ്പെടുത്തിയവരുടെ ചരിത്രവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ലോകത്ത് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചില കർമ്മങ്ങൾ ചെയ്യണം, ചില വിശ്വാസങ്ങൾ പുലർത്തണം. നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചു, ഇസ്ലാം ഇരു ലോകത്ത് സന്തോഷം തരുന്ന മതമാണ്. സത്യത്തില് ധാർമ്മികതയും നീതിയും നിലനിൽക്കണമെങ്കിൽ മതം അനിവാര്യമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആന്റണി ഫ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹം ഒരു ദൈവനിഷേധിയാണ്. അദ്ദേഹം ദർ ഈസ് നോ ഗോഡ്, ദൈവം ഇല്ല എന്നൊരു പുസ്തകം ഇതാണ്. അതിനുശേഷം അദ്ദേഹം ഒരു സൽക്കാരം കൂടാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിലേക്ക് പോവുകയാണ്. ഹോട്ടലിലേക്ക് പോയപ്പോൾ അവിടെ അദ്ദേഹത്തിന് ഷൂ വെക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് ഉണ്ട്. അദ്ദേഹം ആ സ്റ്റാൻഡിൽ അദ്ദേഹത്തിന് ഷൂ വെക്കുന്നു. അദ്ദേഹത്തിന് അനുവദിച്ച റൂമിലേക്ക് പോകുന്നു. അവിടെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ജ്യൂസ് അവിടെ വെൽക്കം ഡ്രിങ്കായി അദ്ദേഹത്തിന് ലഭിക്കുന്നു. ആ റൂമിൽ നല്ല സോഫയുണ്ട്, നല്ല കടക്കയുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഫുഡ് വിഭവങ്ങൾ അവിടെ മാക്സിമം റെഡിയായി വെച്ചിരിക്കുന്നു. അദ്ദേഹം ചിന്തിക്കുകയാണ്, എൻ്റെ ചിന്ത, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ അഭിരുചി ഇതൊക്കെ അറിയുന്ന ഒരാളാണല്ലോ ഈ രൂപത്തിൽ ഇവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പേ എനിക്ക് അവിഭാജ്യമായി വേണ്ട, എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ട വായു എവിടുന്ന് കിട്ടും, ഫ്രീ ആയിട്ട് കിട്ടും. വെള്ളം, ഭക്ഷണ സാധനങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് ഇവിടെ സജ്ജീകരിച്ച ഒരാളുണ്ടല്ലോ. ഇത് എന്നെ അറിഞ്ഞിട്ടാണല്ലോ അദ്ദേഹം ഇതൊക്കെ ഇവിടെ കൃത്യമായിട്ട് ഇവിടെ രൂപപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം ആദ്യം രചിച്ച ആ പുസ്തകം ദർ ഇസ് നോ ഗോഡ്, അത് ആ നോ തട്ടിക്കൊണ്ട് ദർ ഇസ് എ ഗോഡ് എന്നൊരു പുസ്തകം രചിക്കുകയാണ്. അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹത്തിന് ചിന്തിച്ചപ്പോൾ ഇതിനൊക്കെ പിറകിലൊരു ശക്തിയുണ്ട്, ഒരു ദൈവമുണ്ട് എന്ന് അദ്ദേഹം അവസാനം മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. ഈ ആന്റണി ഫ്ലൂ എന്നുള്ളത് ഒരു ഉദാഹരണം മാത്രമാണ്. ഒരുപാട് പേരുണ്ട് ഇങ്ങനെ ചിന്തിച്ച് ദൈവത്തിലേക്ക് എത്തിച്ചേർന്ന ആൾക്കാർ. ഏതൊരു മനുഷ്യനാണെങ്കിലും ചിന്തിച്ചാൽ അയാൾക്ക് ഈ തിരിച്ചറിവ് ലഭിക്കും. നമ്മൾ ഉദാഹരണത്തിനൊരു പേന എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പേന നല്ലൊരു നിറം, നല്ലൊരു ടോപ്പ്, അതുപോലെ തന്നെ പല ഘടിപ്പിക്കാൻ പറ്റിയൊരു സജ്ജീകരണം, അതുപോലെ പല സ്ഥലങ്ങളിലും ഡിസൈൻസ് ഇതൊക്കെ ഉണ്ട്. നല്ല മനോഹരമായ രൂപത്തിലാണ് ഈ പേന ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ പേന കാണുമ്പോൾ ഒരു ബുദ്ധിയും എന്ത് പറയില്ല, ഇത് തനി ഉണ്ടായതാണെന്ന് പറയില്ല. മറിച്ച് ഇതിൻ്റെ പിന്നിൽ ഈ രൂപത്തിൽ ഡിസൈൻ ചെയ്തൊരു ഡിസൈനർ ഉണ്ട്. ഇതിങ്ങനെ ആവണം തീരുമാനിച്ച ഒരു പ്ലാൻ ചെയ്ത ഒരാളുണ്ട്. അതുപോലെ തന്നെ ഇതിനുണ്ടാക്കിയ ഒരു ശക്തി, അത് മെഷീനാവാം മനുഷ്യനാവാം, അങ്ങനെ ഒരു മേക്കർ ഉണ്ട് എന്നുള്ള കാര്യം ഓരോ ബുദ്ധി സമ്മതിക്കുന്നതാണ്. എന്നാൽ ഏതൊരു വസ്തുവോ ഇതുപോലെ തന്നെ ഏതൊരു വസ്തു അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ മേശ എടുത്ത് നോക്കുകയാണെങ്കിലും നമ്മളിരിക്കുന്ന സോഫ എടുത്ത് നോക്കുകയാണെങ്കിലും എന്തെടുത്ത് നോക്കിയാലും അതിൻ്റെ പിന്നിലൊക്കെ ഒരു ശക്തി ഉണ്ട്, ഒരു മേക്കർ ഉണ്ടെന്നുള്ള കാര്യം ഓരോ ബുദ്ധി സമ്മതിക്കുന്നതാണ്. എന്നാൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ചെരുപ്പ്, ഈ ചെരുപ്പ് ഒരു കാലപരിധി കഴിഞ്ഞാൽ നമ്മളത് നശിച്ച് അത് തയഞ്ഞ് അത് പുതിയത് വാങ്ങും. അതൊരു റബ്ബർ ആയതുകൊണ്ടല്ല, നമ്മൾ ആ മരമാണെങ്കിലും ആ സ്ഥാനത്ത് മരമാണെങ്കിലും ഇരുമ്പാണെങ്കിലും എന്ത് ഉപയോഗിച്ചാൽ തന്നെ അതൊരു കാലപരിധി കഴിഞ്ഞാൽ അതിന് നാശം സംഭവിച്ച് നമ്മളത് മാറ്റും. എന്നാൽ നമ്മൾ ഈ ചെരുപ്പൊക്കെ ഒഴിവാക്കി നടക്കുകയാണെങ്കിൽ, പാദനഗ്നരായി നടക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ചിന്തിക്കുന്ന അനുസരിച്ച് എന്താ സംഭവിക്കേണ്ടത്? നമ്മളെ കാല് തയ്യണം, നശിക്കണം. പക്ഷെ അതെല്ലാം സംഭവിക്കുന്ന അവിടെ. നേരെ മറിച്ച് നമ്മുടെ കാലിൻ്റെ തൊലിക്ക് കട്ടി കൂടി വരികയാണ്. യഥാർത്ഥത്തിൽ ആ രൂപത്തിൽ സംഭവിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവും. അങ്ങനെയല്ല സംഭവിക്കേണ്ടത്, ഇങ്ങനെയാണ്, നേരെ മറിച്ചാണ് സംഭവിക്കേണ്ടത്. ഈ രൂപത്തിൽ
കൃത്രിമം ചെയ്തത് അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്ത് നോക്കുകയാണെങ്കിലും രോമങ്ങൾ വളരുന്നുണ്ട്. നമ്മൾ ഉദാഹരണമായി മുഖം എടുക്കുകയാണെങ്കിൽ മുഖത്ത് തന്നെ 5-6 സ്ഥലങ്ങളിൽ രോമങ്ങൾ വളരുന്നുണ്ട്. നമ്മുടെ തലമുടി, അതുപോലെ താടി, മീശ, ഇതൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ മുറിക്കുന്നു, പിന്നെയും വളരുന്നു. എന്നാൽ പിന്നെ നമ്മളെ പിരികം, അതുപോലെ കൺപീലി, അതൊക്കെ ഒരു നിശ്ചിത പരിധി കഴിഞ്ഞാൽ വളരുന്നില്ല. അതിന് മുറിക്കേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല, മുടിനെ പോലെ വളർന്നു പോകുന്നില്ല, അവിടെ സ്റ്റോപ്പ് ആവാണ്. അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ എടുത്തു നോക്കാൻ പല അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു ഉദാഹരണമാണ് നമ്മുടെ കൈ. ഈ ഒരു കൈൻ്റെ ഈ സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിരൽ, ഈ 4 വിരൽ മുകൾ ഭാഗത്തും ഈ ഒരു തള്ള വിരൽ മാത്രം ഈ താഴെ ഇങ്ങനെ ഒരു രൂപത്തിൽ കൊടുക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം ഇതായിരിക്കാം. നമ്മൾ പിടിക്കാനൊക്കെ എന്താണ് എളുപ്പം ഈ ഒരു മാർഗ്ഗമാണ്. നമ്മൾ ഈ തള്ള വിരൽ ഇവിടെ തന്നെ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു സാധനം അനായാസം പിടിക്കാൻ സാധിക്കൂല. അതുപോലെ തന്നെ വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ ശരീരത്തിലെ ഒരു കോശം, ഒരു സെല്ല്. ആ സെല്ലിൻ്റെ ഉള്ളിൽ ആ സെല്ല് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണൽ പ്രയാസമാണ്. അതിൻ്റെ ഉള്ളിൽ 2.2 മീറ്റർ അഥവാ DNA, അതിൻ്റെ സെല്ലിൻ്റെ ഉള്ളിൽ DNA ഉണ്ടാവും. ആ DNA നമ്മൾ നീളത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ 2.2 മീറ്റർ അത് ഉണ്ടാവും. അഥവാ 2 മീറ്ററും 20 സെന്റിമീറ്ററും. നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ ഇത്രയും നീളമുള്ള ഒരു സാധനത്തെ കൃത്യമായി രൂപപ്പെടുത്തിയത് ആരാണ്? യഥാർത്ഥത്തിൽ നമ്മുടെ മാതാപിതാക്കള് കുട്ടികൾ ജനിക്കാൻ ഒരു കാരണമാവുന്നുണ്ട്. പക്ഷെ അവർ തീരുമാനിക്കുകയാണ്, രണ്ടാളും ഒരുമിച്ച് ഇരുന്നിട്ട് എൻ്റെ കുട്ടി, നമുക്ക് ജനിക്കാൻ പോകുന്ന കുട്ടി ഇത്ര തടി ഉണ്ടാവണം, അല്ലെങ്കിൽ ഇത്ര നൂറുണ്ടാവണം, നമ്മുടെ കുട്ടിയുടെ തൊലി നല്ല മിൻസായിരിക്കണം, നല്ല കളർ ഉണ്ടായിരിക്കണം. ഇങ്ങനത്തെ ചർച്ചക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. കാരണം അവർക്ക് ഇതൊന്നും തീരുമാനിക്കാനുള്ള റോള് അവിടെ ഇല്ല. മനുഷ്യന്റെ കാര്യം നമുക്ക് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഒരു വെള്ളത്തിൽ നിന്നാണ് രൂപത്തിലേക്ക് എത്തുന്നത്. ഒരു വെള്ളം വചനം ഇന്നും ആയെന്നല്ലോ ഖുർആൻ പറഞ്ഞത്. ആ വെള്ളം രക്തപിണ്ടായിട്ട് പരിണമിക്കുന്നു. കുറച്ചും കൂടി കഴിയുമ്പോൾ ഒരു മാംസപിണ്ടായി പരിണമിക്കുന്നു. ഇതൊക്കെ എവിടുന്നാണ്? ആ മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് ഇതൊക്കെ സംഭവിക്കുന്നത്. ഒരു 10 മാസം കഴിയുമ്പോഴേക്ക് മനുഷ്യൻ്റെ എല്ലാ ബോഡികളും അതുപോലെ തന്നെ എല്ലാ അവയവങ്ങൾക്കും ഉൾക്കൊള്ളിച്ച ഒരു ചെറിയൊരു ബോഡിയായി അവിടെ പരിണമിക്കാൻ. ഇതൊക്കെ വീടിനുള്ളത് വേണ്ടതൊക്കെ ഇത് കിട്ടുന്നുണ്ട്, ഓക്സിജൻ കിട്ടുന്നുണ്ട്, ഫുഡ് കിട്ടുന്നുണ്ട്, ഒക്കെ വേണ്ട രൂപത്തിലൊക്കെ സെറ്റായി വെച്ചിരിക്കുന്നുണ്ട്. ഒരു 10 മാസം കഴിഞ്ഞ് അത് പുറത്തേക്ക് എത്തി, പ്രസവിക്കുന്നു, പുറത്തേക്ക് എത്തി. 10 വർഷം കഴിയുമ്പോഴേക്ക് ഒരു വലിയൊരു ശരീരമാണ്, ഒരു മനുഷ്യനായി തീരുകയാണ്, സമൂഹത്തിൽ അത് ജീവിക്കുകയാണ്. അവർക്ക് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള ബോഡി. അത് തീർച്ചയായും. നമ്മൾ നേരത്തെ പാൻ്റെ വിഷയം എടുത്ത് പറഞ്ഞു. അപ്പോൾ പാന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിൻ്റെ പിറകെ ഒരു ശക്തിയുണ്ട്, മൈക്കറുണ്ട്, നമുക്ക് മനസ്സിലായി. മനുഷ്യനെ നമ്മൾ നോക്കൂ, വളരെ കൃത്യതയോടുകൂടി അവൻ്റെ അവയവങ്ങൾ വളരെ അത്ഭുതത്തോടുകൂടി അത് നല്ലൊരു കൃത്യതയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വിശ്വസിച്ചേ പറ്റൂ ഇതിൻ്റെ പിറകെ ഒരു ശക്തിയുണ്ട് എന്നത്, അല്ലേ? അതുപോലെ തന്നെ മറ്റൊരു വലിയൊരു അത്ഭുതമാണ് അവിടെ എല്ലാത്തിൻ്റെയും ബേസിക്കായ ഒരു കാര്യമുണ്ട്, ആറ്റം എന്ന് പറയുന്നത്. ആ ആറ്റത്തിൻ്റെ ഉള്ളിൽ അതിൽ നടക്കുന്നത് ന്യൂക്ലിയസിനെ ഇലക്ട്രോൺസ് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നമ്മൾ മുകളിലോട്ടേക്ക് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂമി സൂര്യനെ ചുറ്റുകയാണ്, സൂര്യൻ മിൽക്കി വേ ചുറ്റുകയാണ്, മിൽക്കി വേ മറ്റൊരു പോയിന്റിന് ചുറ്റുകയാണ്. അങ്ങനെ ഇതൊക്കെ കൂടി ഒരു പ്രപഞ്ചം ഗ്രേറ്റസ്റ്റ് പോയിന്റായ മറ്റൊരു പോയിന്റിന് ചുറ്റുകയാണ്. അപ്പോൾ ഇതിനെ ഒന്ന് ശരിക്കും മനസ്സിലാക്കിയാൽ ബേസിക്കായ ആറ്റം മുതൽ വലിയൊരു പ്രപഞ്ചം മൊത്തം ഒരൊറ്റ മെക്കാനിസത്തിൻ്റെ പിന്നിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലിയർ എല്ലാം ഒരേപോലെ പ്രവർത്തിപ്പിക്കണമെങ്കിലും അവിടെ ഒരു തീർച്ചയായും നമ്മുടെ പ്രപഞ്ചത്തിൽ 78% നൈട്രജൻ ഉള്ളത്, 21% ഓക്സിജൻ ഉണ്ട്. ഈ 21 എന്നൊരു അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിലുണ്ടായാൽ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവം തന്നെ മാറിപ്പോകും. 21 കുറഞ്ഞു പോയാൽ വായുമർദ്ദം ഇല്ലാണ്ടാവും. വായുമർദ്ദം കുറഞ്ഞുകൊണ്ട് എന്താവും? കടലിൻ്റെ അടിയിലേക്ക് 2000 കിലോമീറ്റർ ആഴത്തിൽ പോയാൽ എന്തായിരിക്കും അവസ്ഥ? അതാണ് ഉണ്ടാവുക, തീ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രം ഇവിടെ വർക്കാവും, ബാക്കിയുള്ളതൊക്കെ സ്റ്റോപ്പായി പോകും. പറക്കുന്ന വിമാനം എത്രത്തോളം പറക്കുന്ന വിമാനം പോകുന്നുണ്ടാവും, നിലം പതിച്ച് താഴേക്ക് പോകുന്നു. ഇത്രത്തോളം നമ്മുടെ ജനജീവിതത്തെ ബാധിക്കുന്ന ഒരുപാട് പ്രത്യാഘാതങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. പ്രകാശം നമുക്ക് കിട്ടുന്നത് പിന്നെ സൂര്യപ്രകാശം വായുകണികൾ തട്ടിയിട്ട് ഭൂമിയിൽ സ്പർശിച്ച് സ്പ്രെഡ് ആയിക്കൊണ്ടാണ് നമുക്ക് എന്താണ് പ്രകാശം കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓക്സിജൻ ഒരു ചെറിയ ഏറ്റക്കുറിച്ച് ഉണ്ടായാൽ ഈ നമുക്ക് കിട്ടുന്ന പ്രകാശം മൊത്തം മങ്ങി ഇല്ലാണ്ടാവുകയും. തീർച്ചയായും അങ്ങനെ തന്നെ. അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യതയോടുകൂടി ഇതൊക്കെ ഇങ്ങനെ കൺട്രോൾഡ് ആയിട്ടാണ് ഇവിടെ നിർത്തപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും ഇതൊക്കെ പിറകിൽ ശക്തിയുണ്ട്. ആ ശക്തി കാണാൻ ദൈവം നിറഞ്ഞത് മുസ്ലിങ്ങൾ അല്ലാഹ് എന്ന് പറയും. ഈ ശക്തി എന്ന് പറയുമ്പോൾ ഈ ശക്തി ഒന്ന് മാത്രമേ ഉണ്ടാവാൻ പറ്റൂ എന്നുള്ളതാണ്. കാരണം രണ്ടെണ്ണം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഒരാൾക്ക് ശക്തി കൂടുതൽ മറ്റയാൾക്ക് കുറവെന്ന് വെച്ചാൽ
കുറവുള്ള ആള് പരാജയപ്പെടും, പിന്നെ ആളെ നമുക്ക് ദൈവം എന്ന് അയാളെ വിളിക്കാൻ കഴിയും. ഒരിക്കലും കഴിയില്ല. പിന്നെ രണ്ട് തുല്യ ശക്തിയാണെന്ന് വെച്ചാൽ ഒരാൾ ഒരു കാര്യം ചെയ്യാനും മറ്റൊരാളത് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചാൽ രണ്ടാൾ ഒന്ന് മാത്രമേ സംഭവിക്കും, രണ്ടും സംഭവിക്കില്ല. രണ്ട് വൈരുദ്ധ്യങ്ങൾ ഒരേ സമയത്ത് ഉണ്ടാവും. ഒരു ഫാന് ഒരേ സമയത്ത് കറങ്ങിയും കറങ്ങാണ്ടിരിക്കുകയും ചെയ്യും. ഇല്ല, ഇത് തന്നെയാണ് നമ്മുടെ ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസം. വിശ്വാസം നമുക്ക് എന്ത് മനസ്സിലായി? ഒരൊറ്റ ദൈവം, ഒരൊറ്റ ശക്തി അതുള്ളൂ എന്ന് മനസ്സിലായി. അപ്പോൾ ദൈവം ഒന്ന് മാത്രമേ ഉണ്ടാവുക. നമ്മ ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസം എന്ന് പറയുന്നത് ഏകദൈവത്വം എന്നുള്ളത്. അപ്പോൾ നമ്മ ഇസ്ലാം യുക്തിഭദ്രമാണെന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങൾ യുക്തി കൊണ്ടാണ് സ്ഥിരപ്പെടുത്താൻ കഴിയും. അതുപോലെ നമ്മുടെ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത്. വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിലായിട്ട് ഇറങ്ങിയതാണ് പരിശുദ്ധ ഖുർആൻ. ഒരു 600ഓളം പേജാണ് ഈ ഖുർആൻ ഉള്ളത്. ഈ 600ഓളം പേജിൽ ഈ ഖുർആൻ ഇതുപോലത്തെ സമാനമായ രൂപത്തിൽ ഒരു ഗ്രന്ഥം ഇതുവരെ ഒരാൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. 600 എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, എടുക്കേണ്ട ആവശ്യമില്ല. ഒരു പേജ് എടുത്താൽ മതി. ഈ ഒരു ഒന്നര വരി ഇത് ഇത്ര ഏറെ ഭാഷാ സൗന്ദര്യത്തോടു കൂടി, ഭാഷാ സാഹിത്യത്തോടു കൂടി, ഇത്രയേറെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആശയങ്ങളോട് കൂടി ഇതുവരെ ഒരാൾക്കും ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കിടയിൽ ഇത് ദൈവത്തിൽ നിന്ന് എനിക്ക് കിട്ടിയതാണെന്ന് പറയുമ്പോൾ അവരത് നിഷേധിക്കാൻ പ്രവാചകർ ഞാനാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ ഇതുപോലത്തൊന്നും നിങ്ങൾ കൊണ്ടുപോവാ. അങ്ങനെ റസൂലുള്ളാഹി ആണെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് അങ്ങനെ കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. പക്ഷെ ഒരാൾക്ക് പോലും സാഹചര്യം മനസ്സിലാക്കി എടുക്കണം. ആ കാലത്ത് എന്ന് പറഞ്ഞത് സാഹിത്യം കൊണ്ടുള്ള ഒരു ആറാട്ടുള്ള കാലം. അവരുടെ ജീവിതം എന്ന് വെച്ചാൽ കവികൾ ഭയങ്കര ഒരു കവി ഒരു ഗോത്രത്തിലുണ്ടെന്ന് പറഞ്ഞാല് അതിനുവേണ്ടി ഒരുപാട് ആഘോഷങ്ങൾ സംഘടിപ്പിക്കാം. അവരുടെ വിമർശനങ്ങൾ, കളിയാക്കലൊക്കെ സാഹിത്യത്തിലൂടെയാണ്, കവിതയിലൂടെയാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് റസൂലുള്ളാഹി ഖുർആൻ കൊണ്ടുവരുന്നത്. എന്നിട്ട് ചോദിക്കുക നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് കൊണ്ടുവരാൻ കഴിയില്ല. അത് അവര് അതായത് കഴിയും ചെയ്യില്ല. പക്ഷെ ഈ അടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു കൊറോണ കഴിഞ്ഞ കുറച്ച് ശേഷം ഒരാള് വെല്ലുവിളിച്ചോണ്ട് നിങ്ങളല്ലേ പറഞ്ഞത് ഖുർആൻ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരാളൊരു കുറച്ച് ആയത് സൂറത്തുൽ അപ്പോ അതൊക്കെ തനി ഖുർആൻ കോപ്പി അടിച്ചിട്ടുള്ള അതേ ശൈലി തന്നെയാണ്. മാത്രല്ല പക്ഷെ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ പൊട്ടത്തരങ്ങളാണ്. കുറെ പറയുന്നത് പുതിയ സോപ്പിട്ട് വെക്കണം എന്നല്ല പറയുന്നത്. കൊറോണ പോകാൻ വേണ്ടിട്ട് പുതിയ സോപ്പിട്ട് വെക്കണം, അതിന് ആവശ്യമില്ലല്ല. പഴയ സോപ്പിട്ടാൽ കൊറോണ പോലെ. അപ്പൊ അങ്ങനെ വളരെ പൊട്ടത്തരാണ്. അപ്പൊ അതൊന്ന് നമ്മൾ പ്രസക്തമായ ഒരു കാര്യം, തീരെ പ്രസക്തിയില്ലാത്ത കാര്യം. അപ്പോ ഒരു 1ാം ക്ലാസ്സിലെ കുട്ടി ഒരു ക്ലാസ്സിൽ വന്നിട്ട് അവരെ ചങ്ങായിമാരോട് ഒരു പേപ്പർ എടുത്തിട്ട് വായിക്കുകയാണ്, ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉച്ചക്ക് ലീവാണ്, എന്നൊരാൾ മരിച്ചിട്ടുണ്ട്, അപ്പൊ അവരെല്ലാം ഇത് നിഷേധിക്കുക. അപ്പോൾ ഇവ പറയാണ് ഇത് പ്രിൻസിപ്പൾ എഴുതി തന്നതാണെന്ന് പറയും. പക്ഷെ അവരെല്ലാം നിഷേധിക്കുന്ന സമയത്ത്, കളിയാക്കുന്ന സമയത്ത് കുട്ടി പറയാണ് ഇത് ഞാനാണെന്ന് എഴുതി നിങ്ങൾക്ക് വാദമാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഇത്ര നല്ല കൈയക്ഷരത്തിൽ നിങ്ങളൊന്ന് എഴുതി കാണിക്കും. 1ാം ക്ലാസ്സിലെ കുട്ടികൾ അവിടെ പരാതിപ്പെടുക. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് എന്ത് വിശ്വസിക്കേണ്ടി വന്ന്? പ്രിൻസിപ്പൾ വിശ്വസിക്കേണ്ടി വന്ന്. അതുപോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പ്രവാചകർ അവരെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇത് ഞാനാണെന്ന് വാദമുണ്ടെങ്കിൽ ഇതുപോലത്തെ കൊണ്ടുപോകും. അവർ മുഴുവൻ അശക്തരാണ്. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കേണ്ടി വരികയാണ്. അപ്പോ അള്ളാഹു ദൈവമാണെന്ന്, ഒരു ദൈവമുണ്ടെന്നും അത് അള്ളാഹു ആണെന്നും ആ അള്ളാഹുവിന്റെ ദൂതരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്നും വളരെ സിമ്പിളായിട്ട് നമ്മൾ യുക്തി കൊണ്ട് സ്ഥാപിച്ചെടുത്തു. നമുക്ക് മനസ്സിലായി. ഇത്രയേ ഉള്ളൂ. അതാ ഇസ്ലാം യുക്തിഭദ്രം എന്ന് പറയുന്നത്. ഇപ്പോ ഇസ്ലാം കേവലം അന്ധവിശ്വാസമല്ല, ഇസ്ലാം യാഥാർത്ഥ്യമാണ്, സത്യമാണ്. നമുക്ക് മനസ്സിലായി. നമ്മള് മനുഷ്യനെ നോക്കുമ്പോൾ മനുഷ്യന്റെ പ്രകൃതി തന്നെ സന്തോഷം കണ്ടെത്തലാണ്. മനുഷ്യന് എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അതിന്റെ പിന്നിൽ സന്തോഷം കണ്ടെത്തായിരിക്കും ലക്ഷ്യം. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു സോഫയിലാണ്. അതിന്റെ കാരണം എന്താണ്? നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല രുചികരമായ ഭക്ഷണം കഴിക്കുന്നതും അതുപോലെ പാനീയം, നല്ല ടേസ്റ്റുള്ള പാനീയങ്ങൾ കുടിക്കുന്നതൊക്കെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണ്. നമ്മളിപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ നല്ല അത്യാവശ്യം നല്ല ഡ്രസ്സ് ഇസ്ത്രിയൊക്കെ ഇട്ട് നല്ലൊരു ഗെറ്റപ്പിൽ പോകുന്നത് എന്തിനാണ്? നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണ്. നമ്മളെ ഫോൺ നോക്കുന്നതാവട്ടെ, നമ്മളെ ബുക്ക് വായിക്കുന്നതാവട്ടെ, എല്ലാം ഒരു സന്തോഷത്തിന്റെ പിന്നിലാണ്. നമ്മളൊരു മദ്യപാനെ പരിശോധിക്കുകയാണെങ്കിൽ മദ്യം കഴിക്കുന്നത് തന്നെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ആ പ്രവൃത്തി തെറ്റാണെങ്കിൽ പോലും ആ ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം സന്തോഷം കണ്ടെത്തുകയാണ്. നമ്മൾ ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഇസ്ലാം സന്തോഷം തരുന്നൊരു മതമാണ്, ഏകത്വം പരലോകത്തും.
അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം എല്ലാ കാര്യങ്ങളിലും കൈവച്ചിട്ടുണ്ട്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ഏതൊക്കെ മേഖലയിൽ ചെന്നുപെടുന്നു അവിടെയൊക്കെ ഇസ്ലാം അധ്യാപനങ്ങൾ മാതൃകയാണ്. ഒരു കർഷകൻ എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ഒരു നീതി പരിപാലകൻ അല്ലെങ്കിൽ ഒരു ഭരണാധികാരി എങ്ങനെ പെരുമാറണം. അങ്ങനെ ഈ ലോകത്ത് ഒരു മനുഷ്യൻ്റെ സാമൂഹിക ജീവിയാണ്. സാമൂഹിക ജീവിതത്തിൽ അവൻ ഇടപെടുന്ന എല്ലാ മേഖലയിലും ഇസ്ലാം അതിൻ്റെതായ അധ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒക്കെ മാതൃക കൂടിയാണ് ലോകത്തിന്. ഒരു ഭാര്യ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം, ഭർത്താവിന് ഭാര്യയോടുള്ള കടപ്പാടുകൾ എന്തൊക്കെയാണ്, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമ, മക്കൾക്ക് മാതാപിതാക്കളുടെ കടമകൾ, അവരുടെ സുഹൃത്തുക്കളോടുള്ള കടമകൾ. മാതാപിതാക്കളെ കുറിച്ച് പറയുമ്പോൾ ഈ മാതാപിതാക്കൾക്ക് തന്നെ പ്രത്യേകിച്ച് പെൺകുട്ടികളോടുള്ള കടമകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് ആൺകുട്ടികളോടുള്ള പ്രത്യേക കടപ്പാട്, അതുപോലെ തന്നെ അവരെ കൂട്ടുകാരോട് മാതാവിനോട് പ്രത്യേക കടപ്പാടുകൾ, പ്രത്യേക കടപ്പാടുകൾ, അങ്ങനെ ഒരുപാട് കടപ്പാടുകൾ. അതുപോലെ തന്നെ ഒരു കൂട്ടുകാരോട് എങ്ങനെ പെരുമാറണം, ചെറിയവർ മുതിർന്നവർ ചെറിയവരോട് എങ്ങനെ പെരുമാറണം, അതുപോലെ രണ്ടാൾ കണ്ടുമുട്ടുമ്പോൾ പിരിയുന്ന സമയം ഈ സമയങ്ങളിലൊക്കെ എന്താ സംസാരിക്കണം, ഒരു ഭക്ഷണം വിതരണ സമയത്ത് ആർക്ക് ആദ്യം കൊടുക്കണം, വെള്ളം വിതരണം ചെയ്യുന്ന സമയത്ത് അവസാനം കുടിക്കണം. ഇസ്ലാമില് അതിഥികൾക്ക് അങ്ങനെ പ്രത്യേകം നൽകുന്നുണ്ടല്ലോ. നമ്മളെ വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോ അവിടെ ഭക്ഷണം വിളമ്പുന്ന സമയത്ത് അവിടെ ആദ്യം ഇരിക്കണം, ആദ്യം എണീക്കണം. ഇതൊക്കെ വളരെ വ്യക്തമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഒരു സദസ്സിൽ ഇരിക്കേണ്ടത് എങ്ങനെയാണ്, അതുപോലെ നമ്മുടെ സ്വന്തം ശരീരത്തോട് കാണിക്കേണ്ട മര്യാദകൾ, ശരീരത്തിൽ വളർന്നു വരുന്ന രോമങ്ങളോട് കാണിക്കേണ്ട മര്യാദകൾ, നഖം മുറിക്കുന്ന സമയത്ത് ഏത് കൈ ആദ്യം മുറിക്കണം, കയ്യിൽ തന്നെ ഏത് വിരലിൽ ഏത് ക്രമത്തിൽ മുറിക്കണം, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാം കേവലം സ്വന്തം ശരീരത്തിന്റെ സന്തോഷം മാത്രമല്ല, അവരുടെ സന്തോഷത്തിനും വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ഈ വിഷയം നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ എത്രത്തോളം ഇസ്ലാം പ്രാധാന്യം കൊടുത്ത് നമ്മൾ എത്തിക്കണം. ഒരു വാർദ്ധക്യം പിടിച്ച മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗം നേടാത്ത മക്കളെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് ഒരു നാശം, അവർ മോശമായിട്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അതുപോലെ തന്നെ അവരോട് ഒരു അനിഷ്ടമായ, അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു വാക്കോ പ്രവൃത്തിയോ, അനിഷ്ടമാകുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ നമ്മളിന്ന് വരാൻ പാടില്ല എന്ന് പഠിപ്പിക്കുക. എത്രത്തോളം വല തഖുല്ലഹുമ ഉഫ് എന്ന വാക്കുപോലും അവരോട് പറയരുത് എന്ന് ഇസ്ലാം ആജ്ഞാപിക്കാൻ നമ്മൾ. കുട്ടികളോട് കാരണം കാണിക്കാത്തവർ, വലിയവരോട് ആദരവ് പ്രകടിപ്പിക്കാത്തവർ, അതുപോലെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വേറെ നിറച്ചു ഉണ്ടെന്നവർ നമ്മിൽ പെട്ടവരല്ല. ഇസ്ലാം വലിയൊരു പാടാണ് അത്. അടുത്ത ജാതിയോ അടുത്ത മതമോ വർണ്ണോ ഒന്നും നോക്കുന്നില്ല ഇസ്ലാം. നിരുപാധികമായിട്ട് അയൽവാസി പട്ടിണി എടുക്കുമ്പോൾ ഇസ്ലാം പെട്ടതല്ല. എത്രത്തോളം ഒരു അനാഥ, അതുപോലെ തന്നെ വിധവകൾ, അനാഥകളുടെ വിഷയത്തിൽ എത്രത്തോളം സൂക്ഷ്മതയാണ്, എത്രത്തോളം ഗൗരവമാണ് ഇസ്ലാം കൊടുത്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ ഇസ്ലാമിന്റെ പാഠങ്ങൾ ലോകർക്ക് തന്നെ വലിയൊരു മാതൃക. അതുപോലെ തന്നെ വലിയൊരു പാഠാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, ഇവിടെ താഴേക്ക് നോക്കുക, മുകളിലേക്ക് നോക്കുക. അതാണ് 100 ഇലാ മൻഹു അസ്ഫല മിൻഹു പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ, നമ്മളെക്കാൾ മുകളിലുള്ളവരെ നമ്മൾ നോക്കില്ല, നമ്മൾ താഴേക്ക് നോക്കാം. നമ്മൾ ആദ്യം തന്നെ എന്ത് പറഞ്ഞു, ഇസ്ലാം ഈ ലോകത്ത് സന്തോഷം നൽകുന്ന മതാണെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാകുന്നത്, നമ്മൾ താഴെയുള്ള ആൾക്കാരെ നോക്കുമ്പോൾ നമുക്ക് നമ്മളെക്കാട്ടി താഴെ ആൾക്കാരുണ്ട്, നമ്മൾ അവരെക്കാട്ടി മുകളിലാണ്, നമുക്ക് അതിലൊരു സമാധാനം ഉണ്ടാവും. നമ്മള് എപ്പോ മുകളിലോട്ടേക്ക് ചിന്തിക്കുമ്പോ ഇത് എന്നെക്കാട്ടി മുകളിലാണ് ഇയാളുള്ളത്, അത് നമ്മൾ മതം കറക്റ്റ് പഠിപ്പിക്കണമല്ലോ. അതുപോലെ തന്നെ ഇസ്ലാം കടം കൊടുക്കാൻ വളരെയധികം പ്രോത്സാഹനം കൽപ്പിക്കുന്നുണ്ട്. കടം കൊടുക്കാൻ, ആ കടം കൊടുത്ത കാരണമായിട്ട് കൂടുതൽ പാവപ്പെട്ടവനാക്കുന്ന പലിശ, വളരെയധികം അതിനെ വിമർശിക്കുന്നുണ്ട്. പലിശക്ക് സാക്ഷി നിൽക്കുന്നവന് പലിശ ഉപയോഗിക്കുന്നവൻ, അതുപോലെ തന്നെ അതിന് സാക്ഷി നിൽക്കുന്നവർക്കൊക്കെ വളരെ നരകത്തിലാണെന്നാണ് സാക്ഷി നിൽക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത്. കുടുംബ സംസ്കാരം, ഇസ്ലാം കുടുംബ സംസ്കാരം, അതുപോലെ തന്നെ സാമൂഹിക ഭദ്രത, അതുപോലെ സ്നേഹം, സൗഹാർദ്ദം, ഇതിനൊക്കെ നശിപ്പിക്കുന്ന വ്യഭിചാരം പോലുള്ള അതുപോലെ തന്നെ മുഴുവൻ തിന്മകളുടെയും താക്കോലായി അറിയപ്പെടുന്ന മദ്യപാനത്തെ ഇസ്ലാം പാടെ വിമർശിക്കുന്നുണ്ട്, അതുപോലെ എതിർക്കുന്നുണ്ട്, അത് നിരോധിക്കുക. അത്തരത്തിലുള്ള ഒരു അധ്യാപനങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഇതൊക്കെ നടപ്പിലാക്കിയ ഒരേ ഒരു വ്യക്തിയാണ് അള്ളാഹുവിന്റെ ദൂതരായ നമ്മുടെ നാട്ടിൽ ഒരു മദ്യലഹരിയിൽ അഡിക്റ്റായ ഒരാളെ നമ്മൾ DRH സെന്ററിൽ കൊണ്ടാക്കും. അവിടെ പോയി അദ്ദേഹം മാസങ്ങളോളം വർഷങ്ങളോളം അവിടെ ചികിത്സിക്കും. പിന്നീട് ആ ചികിത്സക്ക് കഴിഞ്ഞാൽ അവർ നാട്ടിലേക്ക് എത്തിയാൽ അവർ വീണ്ടും ആ പഴയ കൂട്ടുകെട്ടിലേക്ക്, പഴയ ചങ്ങായിമാരെ കണ്ടാൽ, പണ്ട് ഒരുമിച്ച് കൂടിയ സ്ഥലങ്ങൾ അതിനുവേണ്ടി ഉപയോഗിച്ചാൽ അതൊക്കെ കണ്ട് വീണ്ടും അദ്ദേഹം ആ പഴയ ശീലത്തിലേക്ക് പോകാൻ കൂടുതൽ സാധ്യതയുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ജീവിച്ചത് ഒരു മദ്യലഹരിയിൽ അങ്ങ് പൂണ്ട ഒരു നിയന്ത്രണമില്ലാതെ
മദ്യപിച്ചിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് പ്രവാചകർ വരുന്നത്. ആ സമൂഹത്തിന്റെ ഇടയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്നിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്നിട്ട് ഇത്രയേറെ മദ്യത്തിൽ മുങ്ങിക്കുളിച്ച ആ സമൂഹത്തെ ഒറ്റ വാക്ക് ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ മദ്യം അവസാനിപ്പിക്കുന്ന ഒരൊറ്റ വാചകം കൊണ്ട് മുഴുവൻ നിയന്ത്രിക്കുകയാണ്. ഇന്നലെ കുടിച്ചത് ഇന്ന് കുടിക്കുന്നില്ല, അങ്ങനെയുള്ള രൂപത്തിലുള്ള ഒരു പരിണാമം അവിടെ സംഭവിക്കുക. ഈ ഒരു കാലത്താണല്ലോ നമ്മളെ ചരിത്രകാലമൊക്കെ പറയുന്നത് ഡാർക്ക് ഏജ്. അതെ, 3Ws എന്നൊക്കെ പറയുന്നത്, ഇരുണ്ട യുഗം എന്നൊക്കെ പറഞ്ഞിട്ട് അത്രക്കും ഒരു സംസ്കാര ശൂന്യതയുള്ള ഒരു വളരെ മോശമായ ഒരു കാലഘട്ടത്തിലാണ് ആ കാലഘട്ടത്തിൽ സമൂഹം. അതെ, വെറുതെ യുദ്ധം, വെറുതെ ഒരു സമയം പോക്കിന് യുദ്ധം ചെയ്യാ, പെണ്ണിനെ തീരെ ഒരു ലൈംഗിക വസ്തുവായി മാത്രം കണക്കാക്കപ്പെട്ടിരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ശരിക്കും അങ്ങനെയുള്ള ഒരു സമൂഹത്തെ മാറ്റിയെടുക്കാൻ നൂറ്റാണ്ടുകൾ വേണ്ടി വരും. പക്ഷെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മാറ്റിമറിക്കുന്നത് കേവലം 23 വർഷങ്ങൾ കൊണ്ടാണ്. ആ 23 വർഷം എന്ന് പറയുമ്പോ എല്ലാവരും മാറ്റിയെടുക്കാൻ വേണ്ടി 23 വർഷം കൊണ്ടില്ല. പ്രവാചകരുടെ മൊത്തത്തിലുള്ള വർഷമാണ് 23 വർഷം. തീർച്ചയായും അള്ളാഹിനെയും റസൂലുള്ളാഹിനെ അംഗീകരിച്ച് പ്രവാചകരുടെ പിന്നിൽ അനുയായി ചേരുന്ന ഓരോരുത്തർ ആ സ്പോട്ടിൽ നന്നാവുകയാണ്. അവർ മൊത്തം മാറുകയാണ്. ഇന്നലെ കണ്ടുപിടിച്ചാൽ വിചരിക്കുന്നില്ല. പള്ളിയിലേക്ക് വരും. ഇന്നലെ രാവിലെ കടന്നുറങ്ങിയവര് രാവിലെ പിറ്റേ ദിവസം രാവിലെ സുബീകത്ത്. അത്രക്കുള്ള ഒരു പരിണാമം ആ നൂറ്റാണ്ടില്, ആ സമൂഹത്തില് ഒരു സാമൂഹിക പരിഷ്കർത്ത ഈ ലോകത്ത് അങ്ങനെ ഒരു നേതാവ് ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാള് പ്രചരിപ്പിച്ച മതമാണ് ഇസ്ലാം. ലോക ചരിത്രത്തില് വിപ്ലവം സൃഷ്ടിച്ച പല നേതാക്കന്മാരും കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ പേരുകൾ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നല്ലാതെ അവിടുത്തെ ഭാര്യ, പിന്നെ അവരുടെ മക്കള്, അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, അങ്ങനെ എന്താണെന്നും ഒന്നും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. ഇവിടെയാണ് ഇസ്ലാമിന്റെ പ്രവാചകന്റെ ഓരോ കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ചെയ്യുന്ന ഒരു തുറന്ന പുസ്തകമാണ്. അവിടുത്തെ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട്, ആരെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ അവര് ജീവിതത്തിൽ ഉപയോഗിച്ച വസ്ത്രം, ചെരുപ്പ്, അതുപോലെ അവർ ജീവിതത്തിൽ ഉപയോഗിച്ച വാഹനങ്ങൾ ഏതായിരുന്നു, അതുപോലെ അവിടുത്തെ ശരീര സൗന്ദര്യത്തിന്റെ വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ട് കിതാബുകൾ രചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മോതിരം, ഏത് വിരലാണ് മോതിരം രചിച്ചിട്ടുള്ളത്, അങ്ങനെ തുടങ്ങുമ്പോൾ മോതിരം ഏത് വിരലിൽ ധരിച്ച്, ഒരു വിരലിൽ മാത്രമാണോ, ഒന്നിൽ കൂടുതൽ വിരൽ ധരിച്ചിട്ടുണ്ടോ, ഒന്നിൽ കൂടുതൽ വിരൽ ധരിച്ചിട്ടുണ്ടെങ്കിൽ ഏത് വിരലാണ് കൂടുതൽ ധരിച്ചത്, അവിടുന്ന് മരിക്കുന്ന സമയത്ത് ഏത് വിരലിലാണ് മോതിരം ഉണ്ടായത്, ഇതുവരെ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടുന്ന് മരിക്കുന്ന സമയത്ത് അവിടുത്തെ താടി മുടിയിലുണ്ടായിരുന്ന നരച്ച രോമങ്ങൾ എത്രയാണ് അതുവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായിട്ട് എണ്ണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നരച്ച മുടി ഉണ്ട് എന്നല്ല, എത്ര എണ്ണി അത്രക്കും ഡീപ്പായിട്ട്. അത് മാത്രമല്ല കേട്ടോ, അവിടുത്തെ ചരിത്രം രേഖപ്പെടുത്തിയവരുടെ ചരിത്രവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വലിയ അത്ഭുതം. ലക്ഷക്കണക്കിന് അവിടുത്തെ വാചകങ്ങൾ ഇന്ന് ഒരക്ഷരം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ലക്ഷക്കണക്കിന് വാചകങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്നും ലക്ഷക്കണക്കിന് ആൾക്കാർ മനപ്പാടമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ആ പ്രവാചകരുടെ പേരിങ്ങനെ പല സ്ഥലങ്ങളിൽ പലരും ഇങ്ങനെ കൗണ്ടർ എടുത്തിട്ട് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് വഅലി മുഹമ്മദ് ഇങ്ങനെ പറഞ്ഞു, നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്നൊക്കെ പറഞ്ഞ് ബാങ്കിക്കാമത്ത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കണം, ലോക ചരിത്രത്തിൽ ഒരു വ്യക്തിയോടുള്ള ഇഷ്ടം കൊണ്ട് ആൾക്കാർ കൂടുതൽ അനുകരിച്ച് പേരിട്ട വ്യക്തിയുടെ പേര് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. മുഹമ്മദ് കോടിക്കണക്കിന് ആൾക്കാർ ആ പേരുടെയാണ്. അതുപോലെ തന്നെ ഒരാളോടുള്ള ഇഷ്ടം കാരണത്താൽ ഒരാള് മറവ് ചെയ്ത സ്ഥലം ആ കൂടുതൽ സന്ദർശിക്കുന്നത് ലോകത്ത് മദീനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറവ് ചെയ്യപ്പെട്ട സ്ഥലമാണ്. സന്ദർശകരുടെ ബാഹുല്യം കാരണം നിരന്തരം പരിഷ്കരണത്തിലേക്ക് ആവശ്യമാകുന്ന ഒരാൾ മറവാടിയ സ്ഥലം അത് മദീനയാണ്. അങ്ങനെ കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച എത്രയോ ആൾക്കാർ ഇന്ന് അവിടുത്തെ സ്വപ്നം കാണാൻ ആഗ്രഹിക്കാം. അവിടുന്ന് അന്തിയുറങ്ങുന്ന ആ മണ്ണിൽ മരിക്കാൻ വേണ്ടി, അവിടെ അന്തിയുറങ്ങാൻ വേണ്ടി ആഗ്രഹിക്കാം. പല നിയമങ്ങളും അവിടുത്തെ സ്ഥലമില്ലായ്മ ഒക്കെ കാരണത്താൽ അതിൽ സാമ്പത്തിക പ്രശ്നങ്ങളും നിയമം പ്രശ്നങ്ങളും അവര് 15-30 ദിവസം കൊണ്ട് മടങ്ങി വരികയാണ്. ഒരു വ്യക്തി ജനങ്ങൾക്കിടയിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ അത് ആ വ്യക്തി കൊണ്ടുവന്ന ആശയത്തിന്റെ പവറാണ്. അതാണ് ഇസ്ലാം. ആ സമ്പൂർണ്ണമായി ഇസ്ലാം പറയുന്നു, ഇല്ലായ്മയിൽ നിന്ന് നിങ്ങൾ ഉണ്ടാക്കിയവൻ നിങ്ങൾ മരിച്ചതിന് ശേഷവും നിങ്ങളെ പുനർജീവിപ്പിക്കുന്നു. ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയ ഒരാൾക്ക് പുനർജീവിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അത് നമുക്ക് വിശ്വസിക്കാനും തീരെ പ്രയാസമില്ലല്ലോ. അപ്പോൾ ആ സൃഷ്ടാവന്നെ നമുക്ക് ഇത്രയേറെ സൽക്കർമ്മങ്ങൾ പകർന്നു തന്ന പ്രവാചകരോട് നമ്മെ പഠിപ്പിക്കുകയാണ്.
ആ ലോകത്ത് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചില കർമ്മങ്ങൾ ചെയ്യണം, ചില വിശ്വാസങ്ങൾ പുലർത്തണം. അപ്പോൾ പരലോകത്ത് സന്തോഷം നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചു, ഇസ്ലാം ഇരു ലോകത്ത് സന്തോഷം തരുന്ന മതമാണ്. ഈ ലോകത്ത് എങ്ങനെ സന്തോഷം തരുന്നത്? താഴെയുള്ളവരിലേക്ക് നോക്കുമ്പോൾ നമുക്ക് സന്തോഷം ലഭിക്കുന്നു. ഒരു രോഗം വരുമ്പോൾ ഇതിന് പരലോകത്ത് പ്രതിഫലം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സങ്കടമില്ല, സന്തോഷമാണ്. അതുപോലെ തന്നെ ഒരു ക്യാൻസർ രോഗിയുടെ കാല് മുറിക്കപ്പെടുമ്പോൾ അവിടെ ഇതിന് എനിക്ക് സ്വർഗത്തിൽ കാലിട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സന്തോഷം ഉണ്ടാവുക അദ്ദേഹത്തിന് ഈ ലോകത്ത് സന്തോഷം ഉണ്ടാവുകയാണ്, പരലോകത്തും ഇതിന്റെ പേരിൽ വേറെ സന്തോഷം ലഭിക്കുകയാണ്. അതുപോലെ തന്നെ ആ സമയത്ത് അവിടെ ഒരു യുക്തിവാദിയാണെങ്കിലോ അദ്ദേഹത്തിന്റെ കാല് നഷ്ടപ്പെടുമ്പോൾ അദ്ദേഹത്തിന് വെപ്രാളാണ്, പ്രയാസമാണ്. അദ്ദേഹം വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. സത്യത്തില് പിന്നെ ധാർമ്മികതയും നീതിയും നിലനിൽക്കണമെങ്കിൽ അത് അനിവാര്യമാണ്. ഒരു ഡോക്ടർ ആരും ചോദിക്കാനും പറയാനില്ലാത്ത ഒരാളെ ചികിത്സിക്കുമ്പോൾ അദ്ദേഹത്തിന് പൈസക്ക് ആവശ്യമുള്ളൊരു സമയമാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ചികിത്സിക്കപ്പെടുന്ന രോഗിയിലെ അവയവങ്ങൾ മോഷ്ടിക്കാനുള്ള അവസരമാണ്. ആ സമയത്ത് അദ്ദേഹം ഈ ഡോക്ടർ ഒരിക്കലും മോഷ്ടിക്കൂല. കാരണം യഥാർത്ഥ സത്യവിശ്വാസമാണെങ്കിൽ മോഷ്ടിക്കൂല. കാരണം പിന്നെ ദൈവം കാണുന്നുണ്ടെന്ന വിശ്വാസവും പിന്നെ നാളെ ഇതുമായിട്ടുള്ള വിചാരണ ഉണ്ടെന്നുള്ള യഥാർത്ഥ ബോധം ലഭിക്കുന്നുള്ള ഭയം കാരണത്താൽ അദ്ദേഹം അത് ചെയ്യൂല. അതുമൂലം ഈ രോഗിക്ക് ഒരു ഗുണം ലഭിക്കുകയാണ്. നമ്മള് ഇസ്ലാമിലെ ചില നിയമങ്ങൾ ഒരു ആക്രമിക്കരുത് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഒരാളെ പല്ല് പൊളിച്ച തിരിച്ച് പല്ല് പൊട്ടിക്കലാണ് അടുത്ത നിയമം. അപ്പൊ അങ്ങനെ പൊട്ടിക്കുകയാണെങ്കിൽ ആരെങ്കിലും പല്ല് പൊട്ടിക്കാൻ നിൽക്കും? ഇല്ല. കട്ടവന്റെ കൈ വെട്ടണമെന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെ കൈ വെട്ടുകയാണെങ്കിൽ ആരെയും കക്കാൻ നിൽക്കും? തിന്മകളുടെ എല്ലാ വാതിലും കൊട്ടി അടക്കുകയാണ് ഇസ്ലാം. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ലോകത്ത് ഒരിക്കലും നീതി പൂർണ്ണമാവില്ല. കാരണം പറഞ്ഞാല് ഞാനിപ്പോ ഒരാളെ കൊന്നാല് മാക്സിമം എനിക്ക് കിട്ടുന്ന ശിക്ഷ എന്തായിരിക്കണം? എന്നെ കൊന്നുക, അല്ലെ? എന്നെ കൊല്ല. ഇപ്പൊ ഞാനൊരു 100 ആളെ കൊന്നു വിചാരിക്കും, അപ്പൊ എന്നെ കൊന്നതുകൊണ്ട് ഇവിടെ നീതി പൂർത്തിയാകുമോ? ഒരിക്കലും ഇല്ല. തീർച്ചയായും. അപ്പോ ഒരിക്കലും ഈ ലോകത്ത് നീതി പൂർത്തിയാവുകയില്ല. അപ്പോ പരലോകത്ത് മാത്രമാണ് നമുക്ക് നീതി എന്ന് പറഞ്ഞത് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. ഇസ്ലാം യുക്തിഭദ്രമായ മതമാണെന്ന്, അതുപോലെ ഇസ്ലാം ഈ ലോകത്ത് പരലോകത്ത് സന്തോഷം തരുന്ന മതമാണെന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഇത്തരത്തിൽ നാം വിലയിരുത്തുമ്പോൾ ഇസ്ലാം സമ്പൂർണവും സൗന്ദര്യം നിറഞ്ഞതുമാണെന്ന് നിഷ്പക്ഷ ബുദ്ധിയോടുകൂടി പഠിക്കുന്ന ഏതൊരു പഠിതാവിനും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.